നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒണ്ടാറിയയിലെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ഫ്ലവർ ഗാർഡനിലാണ്, ലോറാസ് ഫാം. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ. ടൊറൻറ്റോയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും ഇങ്ങോട്ടേക്ക് എത്താൻ. ഒരു 81 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഇവിടെ ഒരു ബോർഡിൽ എന്തൊക്കെ പ്രോഗ്രാം ഇവർക്ക് ഉണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം. ഫാമിലോട്ട് കയറിയിട്ട് ഞങ്ങൾ ആദ്യം കണ്ടത് ഒരു സൂര്യകാന്തി തോട്ടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് വെളുത്ത സൂര്യകാന്തികൾ കാണുന്നത്. ഇതിൻ്റെ തൊട്ട് സൈഡിലാണ് കളർഫുള്ളായിട്ട് പരന്ന് കിടക്കുന്ന ഈ വലിയ സീനിയ തോട്ടം. തോട്ടത്തിൻ്റെ ഉള്ളിലെ ഈ വഴി കൂടെ പോകുമ്പോൾ സൈഡിലേക്കും ചെറിയ വഴികൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ശരിക്കും ഒരാൾക്ക് മാത്രം പോകാൻ പറ്റിയ ചെറിയ വഴി. ശരിക്കും പൂക്കളുടെ തൊട്ടടുത്തേക്കൂടെ ഈ കുഞ്ഞു വഴി കൂടെ നടുക്കിലേക്ക് പോയി നമുക്ക് ഈ തോട്ടം ആസ്വദിക്കാൻ പറ്റും. ചുറ്റിനും ഒരുപാട് നിറത്തിലുള്ള പൂക്കൾ പരന്ന് കിടക്കുന്ന സീനിയ തോട്ടം. അതിൻ്റെ നടുക്ക് നമ്മൾ നിൽക്കുമ്പോൾ ഒരു മാജിക്കൽ ഫീലാണ്. അവിടെ നിന്നപ്പോഴാണ് അപ്പുറത്തൊരു വണ്ടി കിടക്കണ ഞങ്ങൾ കണ്ടത്. നമുക്ക് പയ്യെ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നമുക്ക് വോക്സ് വാഗൻ്റെ പഴയൊരു വിൻറ്റേജ് വാൻ കാണാൻ പറ്റും. ഈ പൂക്കളുടെ നടുക്ക് ഈ വാൻ കിടക്കണം കാണാൻ നല്ലൊരു ഭംഗിയാണ്. ശരിക്കും ഈ സീനിയ തോട്ടത്തിൻ്റെ ഏറ്റവും സെൻറ്ററിലാണ് ഈ ഒരു വാൻ കിടക്കുന്നത്. ഇവിടെ വരുന്ന ആൾക്കാരുടെ മെയിൻ ഒരു ഫോട്ടോ പോയിന്റും കൂടിയാണ് ഈ ഒരു സ്ഥലം. ഈ ഒരു വാൻ കാണുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരണത് യാത്രേനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു റോഡ് ട്രിപ്പിനെ കുറിച്ചുള്ളൊരു ചിന്തയൊക്കെയായിരിക്കും. ശരിക്കും ഇത് അതിൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലെ പൂക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി പൂക്കളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് വെറൈറ്റി കളേഴ്സും ഉണ്ട്, മിക്സും ഉണ്ട്. ഇവിടെ മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്. പിങ്കിൻ്റെ തന്നെ പല വേർഷൻസും ഉണ്ട്. പിന്നെ നമുക്ക് ഈ എല്ലാ കളേഴ്സിൻ്റെയും ബ്രൈറ്റും പേസ്റ്റലായിട്ടുള്ള കളേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ലോറാസ് ഫാമിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഫോട്ടോഷൂട്ടിന് പറ്റിയ ഇങ്ങനത്തെ കുറേ ഏരിയാസാണ്. നമ്മൾ നേരത്തെ കണ്ട ആ വാനും പിന്നെ നമ്മളിത് ഈ കാണുന്ന ഈ ട്രാക്ടറും എല്ലാം ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു അടിപൊളി ഏരിയയാണ്. ശരിക്കും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും ഇങ്ങനത്തെ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ വരാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ് ഈ ഒരു സ്ഥലം. നല്ല വെയിലത്ത് നിന്നാൽ നന്നായിട്ട് പൂക്കുന്ന ഒരു ടൈപ്പ് ചെടികളാണ് ഈ സീനിയ ചെടികൾ. ശരിക്കും അവർ ഈ മണ്ണ് ഒരുക്കണത് മരത്തിൻ്റെ പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടാണ്. അപ്പം അതുകൊണ്ട് നമുക്കിവിടെ വഴിയിലൊക്കെ ഇങ്ങനത്തെ മരത്തിൻ്റെ പൊടി കിടക്കുന്നത് കാണാൻ പറ്റും. ഈ സീനിയ തോട്ടത്തിൻ്റെ ഏറ്റവും അറ്റത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് അവർ വെച്ചേക്കണത് ഇങ്ങനത്തെ സൂര്യകാന്തി ചെടികളാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് പൂക്കളൊക്കെ കാണാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് കോസ്മോസ് ചെടികളുടെ ഒരു ഏരിയയിലേക്കാണ്. സൺഫ്ലവർ ഫാമിലിയിൽ വരുന്ന ഒരു ടൈപ്പ് ചെടികളാണ് ഈ കോസ്മോസ് ചെടികൾ. അത്യാവശ്യം ഒരു വെയിലുള്ള ഒരു ഏരിയയിലാണ് നന്നായിട്ട് ഇത് പൂക്കുക. കോസ്മോസ് പൂക്കളുടെ ഈ ഒരു ഗാർഡൻ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരി വരിയായിട്ടാണ്. ഏകദേശം 6 അടിനേക്കായി മുകളിൽ ഉയരുന്ന ഒരു ടൈപ്പ് ചെടികളാണ് ഈ ചെടികൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വരി വരിയായിട്ട് നട്ടതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ ചെറിയ മിക്സ് ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അത് ചീരച്ചെടികളാണ്. പിന്നീട് അങ്ങ് മുമ്പോട്ടേക്ക് മൊത്തം കോസ്മോസ് ചെടികളുടെ ഒരു ഏരിയയാണ്. ലോറാസ് ഫാമിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കൊരു അനിമൽ ഫാം കാണാൻ പറ്റും. ഇവിടെ കുറച്ച് പശുക്കളും കുറച്ച് ആടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇവിടെ ആടിനൊക്കെ പുല്ല് കൊടുക്കുന്ന നമുക്കിവിടെ കാണാൻ പറ്റും. ഇത്രയും നേരം നമ്മൾ നടന്നത് വെയിലത്തായതുകൊണ്ട് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. ഈ ഫാമിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ചെറിയ ചെറിയ കടകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്കവിടെ പോയിട്ട് ഒരു ജ്യൂസ് മേടിക്കാം. ലോറാസ് ഫാമിൻ്റെ സൺഫ്ലവർ ഗാർഡനിലേക്കാണ് നമ്മൾ പോകാൻ പോണേ. ശരിക്കും ഈ സൺഫ്ലവർ ഗാർഡനിൽ അവരൊരു ട്രയൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് സൂര്യകാന്തി ചെടികളൊക്കെ കാണാനുള്ളൊരു അവസരമുണ്ട്.
ഈ സൺഫ്ലവർ ഗാർഡനിലെ ഒരു ട്രാക്ടർ എടുക്കുന്നുണ്ട്, അതൊരു ഉപയോഗിക്കുന്നതാണെന്ന് തോന്നണേ. ലോറാസ് ഫാമിലെ എല്ലാ ഗാർഡനിലും നമ്മൾ കണ്ട പോലെ ഈ സൺഫ്ലവർ ട്രെയിലും അവർ ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ദേ ഈ സ്ഥലം. ഈ ഒരു ആംഗിൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ബാക്കിൽ നീലാകാശം, അതിൻ്റെ ഫ്രണ്ടിൽ മൊത്തം സൂര്യകാന്തി ചെടികളും, അതിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒരു സ്പോട്ട്. കുറേയൊക്കെ മുട്ടകളാണ് വിരിയാൻ പോകുള്ളൂ. വേറെ കുറേയൊക്കെ ഏകദേശം ആയതും പിന്നെ കുറേയൊക്കെ കരിഞ്ഞതും. അപ്പം അതുകൊണ്ട് മൊത്തം എല്ലായിടത്തും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റില്ല. പല ടൈമിലാണ് എല്ലാം തന്നെ. അങ്ങനെ ഫാം മൊത്തം കണ്ട് ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് കിടന്നു. നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ ആദ്യം കണ്ട ആ സീനിയ തോട്ടത്തിൻ്റെ ആ ഏരിയ കൂടെയാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ വഴിക്കും അകത്തേക്ക് കയറാനുള്ള കുറച്ച് ചെറിയ ചെറിയ വഴികൾ നമുക്ക് കാണാൻ പറ്റും. ഓ സവോളക്ക് വലിയ സവോള. ഈ ഫാമിൽ ഉണ്ടാക്കിയ കുറച്ച് പച്ചക്കറികളും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ അവിടെ പുറമെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര ഇവിടെ തീരാണ്. നമുക്ക് മറ്റൊരു യാത്രയുമായി അടുത്ത വീഡിയോയിൽ കാണാം.